ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹെർമിറ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് കൂടുതലും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത്. കാരണം അവർ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അവരെ മാനസികമായിട്ട് അവരൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് എന്നാണ് കാണുന്നത്. കാരണം എംപ്രസ്സാണ്, നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ കെയർ ചെയ്തിരുന്നു, അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തിയുടെ എല്ലാം ആയിരിക്കാം. നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ട പരിഗണന, സ്നേഹം, കെയർ, സപ്പോർട്ട്, സഹായം, അങ്ങനെ എല്ലാം. കാരണം പെട്ടെന്നൊരു വിഷമം വന്നാൽ ഓടിച്ചെന്ന് നിൽക്കാൻ പറ്റിയൊരു ഇടം എന്ന് പറയുന്നത് നിങ്ങളിലേ ആയിരിക്കാം. കാരണം അത്രത്തോളം മാനസികമായിട്ടും ആ ഒരു മനസ്സമാധാനം, സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നത് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വില തിരിച്ചറിയുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹത്തിൻ്റെ വില, നിങ്ങൾ ആ വ്യക്തിക്ക് എത്രത്തോളം നിങ്ങൾ പരിഗണന കൊടുത്തു, സ്നേഹം ഒക്കെ കൊടുത്തതല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോഴാണ് അവർക്ക് കൂടുതലും, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് ആൾക്ക്. കാരണം ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെയറോപെൻ്റാണ്. അതായത് നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം. ചില സാഹചര്യത്തിൽ കാസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഈ വ്യക്തിക്ക് അങ്ങനെ നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാവർക്കും ഇതാർക്ക് വേണമെങ്കിലും കാണാം. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആൾക്കാർക്കും കാണാം, ലവേഴ്സിന് കാണാം, അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവർക്കും കാണാം. അപ്പോൾ എങ്ങനെയായാലും ശരി, ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊക്കെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ആൾക്ക് സൊസൈറ്റിയിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാം നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ കയറി വരുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും ഈ വ്യക്തിക്ക് ഉണ്ടാവാം. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളെ വിട്ടുകളയാൻ ആ വ്യക്തിക്ക് താല്പര്യമല്ല. എന്നുവെച്ചാൽ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ നമുക്ക് കാർഡ്സിലൂടെ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതായത് ഈ എല്ലാം നോക്കുന്നുണ്ട് ഈ വ്യക്തി. അതായത് സ്നേഹിക്കുമ്പോൾ ആളിപ്പോൾ മാരേജിലൊക്കെ ഇതെത്തുന്ന സമയത്ത് തമ്മിൽ കാസ്റ്റ് വ്യത്യാസവും ഏജ് വ്യത്യാസം അതൊക്കെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ആൾക്കെല്ലാം എന്താ പറയുക, ആൾ വിചാരിച്ചതുപോലെ ആവണം. ചിലപ്പോൾ അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് വ്യത്യാസം കൊണ്ട് മാറി നിൽക്കുന്നതാവാം. അതുപോലെ തന്നെ എങ്ങനെയായാലും ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൊസൈറ്റി അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പല സ്വഭാവത്തിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാർക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമാവാത്ത ആൾക്കാരുമുണ്ട്. ഏജോ
അല്ലെങ്കിൽ ആശ്രയം, ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ വ്യക്തിക്ക് സ്നേഹിക്കുന്ന സമയത്തൊന്നും ഇത് വലിയ രീതിയിൽ എന്താ പറയുക, നിങ്ങൾ പ്രണയിക്കുന്ന സമയത്തൊന്നും അത്ര വലിയ ഇതൊന്നും ആക്കിയിട്ടുണ്ടാവില്ല, സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. പിന്നീട് അത് സീരിയസ് ആവുന്ന സമയത്ത് ഈ വ്യക്തി ഇതൊക്കെ നോക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എല്ലാം നോക്കുന്നതുകൊണ്ടും പിന്നീട് ഇത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത് മറ്റാരിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളെയാണ് ആളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 കാർഡ്സാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ എന്താ പറയുക, ഈ സമയത്ത് ഭയങ്കര ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ആലോചന കൂടുതലാണ് ഈ സമയത്ത് അവർക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുക. കാരണം ആലോചന ചിന്തയൊക്കെ കൂടുതലായതുകൊണ്ടും അവർക്ക് ഉറക്കം കിട്ടുന്നില്ല. കാരണം ഇതുതന്നെയാണ് ചിന്തിക്കുന്നത്. മറ്റൊരു വ്യക്തിയെ അവർക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതലും വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഈ വ്യക്തിക്ക്. അതാണ് കാണുന്നത് കേട്ടോ. മെയിനായിട്ട് കാണുന്നത് ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുള്ള വ്യക്തിയാണ്. അതായത് അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു പഴയ ഒരു ആചാരപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം. അതായത് അവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് ഒരു ചീത്തപ്പേരുണ്ടാകരുത്, അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് മെയിനായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത്. ഇപ്പം എല്ലാ വ്യക്തികളും ഇപ്പം ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ആവണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിയുടെ. ഇതെല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. അപ്പോൾ കുറച്ച് പേരുടെ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. ഇവിടെ ഇതിലൊരു ബാലൻസ് വേണമെന്ന് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്ക് തന്നെ അറിയാം നിങ്ങൾ വേണ്ട രീതിയിൽ ഈ വ്യക്തി കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ഒരു പരിഗണന, സ്നേഹം, ഒരു സപ്പോർട്ട് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഈടായിട്ട് ഭയങ്കരമായിട്ട് മാറി, മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം. ആ പഴയ സ്നേഹം, ആ ഒരു വാത്സല്യം അതൊക്കെ ഒരു സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഓർക്കുന്ന സമയത്ത് ഒരു ബാലൻസ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു ബാലൻസ് വേണം. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുകൂടി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്ക് ഓപ്ഷൻസൊക്കെ ഉള്ള വ്യക്തിയാണ്. പ്രപ്പോസലൊക്കെ ചില സാഹചര്യത്തിൽ വരുന്നുണ്ടാവും. അല്ലെങ്കിലും ചില സാഹചര്യത്തിൽ പറഞ്ഞ പോലെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു. പക്ഷേ ഇവിടെ കുറച്ച് പേർക്കൊക്കെ ഓപ്ഷൻസ് ഉള്ള വ്യക്തി തന്നെ. പക്ഷെ ഒന്നിലും അല്ല അവരുടെ മനസ്സുള്ളതിപ്പോൾ. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവരുടെ മനസ്സിപ്പോൾ നിൽക്കുന്നില്ല. കാരണം സദാസമയം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവരുടെ മനസ്സെപ്പോഴും ഒരു ആകുലപ്പെട്ട ഒരു അവസ്ഥ. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവരുടെ സിറ്റുവേഷൻ, അവർ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, ആ ഒരു സിറ്റുവേഷനിൽ അവിടെ അവരുടെ മനസ്സ് എത്തുന്നില്ല. കാരണം ഒരാൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ ആൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ കാരണം. അവരുടെ സിറ്റുവേഷൻ നോക്കി ചിലപ്പോൾ പോയതായിരിക്കാം നിങ്ങളിൽ നിന്നും. അവരുടെ എന്താ പറയുക, മതപരമായ കാര്യങ്ങൾ ഒക്കെ നോക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ കാര്യം നോക്കി, അല്ലെങ്കിൽ അവരുടേതായ സന്തോഷം നോക്കി, അതാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം അതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നോക്കി പോയ വ്യക്തിക്ക് ഏതിലായാലും അവർക്ക് അതിലൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം കൂടുതലും അവരുടെ മനസ്സുള്ളത് നിങ്ങളിൽ തന്നെയാണ്. ഒരു കാര്യത്തിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടോ, സ്റ്റാറാണ്. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആരോടും തോന്നാത്ത എന്തൊക്കെയോ നിങ്ങളുടെ അടുത്താണ് അവർക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നിങ്ങളാണ് അവരുടെ എല്ലാം കൊണ്ടും അവർക്ക് യോജിച്ച ഒരു പാർട്ട്ണർ, അത് നിങ്ങൾ തന്നെയാണെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത്. അപ്പം നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ പോയ വ്യക്തികളായിരിക്കാം. അതായത് ഒരു ഡെത്ത് സിറ്റുവേഷൻ, ടോട്ടലി നിങ്ങൾ മൊത്തത്തിൽ ഒരു
എല്ലാം കൊണ്ടും ഇത് തീർന്നു എന്നൊക്കെ പോയ ഒരു കണക്ഷൻ ആയിരിക്കാം, ഇനി ഉണ്ടാവില്ല. പക്ഷെ വീണ്ടും ഇതൊരു റീബർത്തിലേക്ക് വരുന്നു എന്നാണ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം. ഹാർട്ട് ബ്രോക്കൺ, ഇത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വല്ലാത്തൊരു ഈ വ്യക്തി ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ അത്രത്തോളം തളർത്തുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു എന്താ പറയുക, ആള് ഭയങ്കര സാഡാണ്. ആള് ഭയങ്കരമായിട്ട് എന്താ പറയുക, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഈ സമയത്ത് ആൾ ഉപേക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആ വ്യക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഷോഡ് ആൻഡ് റോസാണ്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു റോസാപ്പൂ പോലെയാണ്. അതായത് ഒരു റോസാപ്പൂ പോലെ അത്രത്തോളം മൃദുവായിട്ടാണ് ആൾ നിങ്ങളെ കാണുന്നത്. അതായത് ആ വ്യക്തിയുടെ മനസ്സ് അത്രത്തോളം എന്താ പറയുക, ഈ ഒരു സമയത്ത് റോസാപ്പൂവിനെ നുള്ളിയാൽ, അതായത് അതിൽ നിന്ന് ആ റോസാപ്പൂ ഇരിക്കുന്നിടത്തു നിന്ന് അതിനെ പറിച്ചു മാറ്റിയാൽ പിന്നെ ആ റോസാപ്പൂ വാടിപ്പോവും. ആ പൂവിലിരിക്കുന്ന സമയത്താണ് അതിന് കൂടുതൽ ഭംഗിയുള്ളത്. ഇവിടെ ഈ വ്യക്തി അതിന് എന്തു പറയാം, അതിൽ നിന്ന് പറിച്ചു മാറ്റി എന്നാണ്. നിങ്ങളെ തീർത്തും ആള് പറിച്ചു മാറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അത് ആ വ്യക്തിനെ ഇപ്പോൾ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. അത് റോസാപ്പൂ എന്ന് പറയുന്നത് ചെടിയിലിരിക്കുന്ന സമയത്തല്ലേ ഭംഗിയുള്ളത്. അതിനെ നുള്ളി മാറ്റി കഴിഞ്ഞാൽ അത് എന്താ പറയുക, അതിൻ്റെ ഭംഗി അതോടെ കഴിഞ്ഞു. അതല്ലെങ്കിൽ അത് പിന്നെ വാടി അതോടെ അത് തീരും. പക്ഷെ ഇവിടെ ഈ വ്യക്തി അതുപോലെയാണ്. നിങ്ങളെ ആ വ്യക്തിയിൽ നിന്നും ആൾ എടുത്തു മാറ്റിയതുപോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കത് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതാണ് കാണാൻ സാധിക്കുന്നത്. സൺഗ്ലാസ്, അതായത് ആൾ നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾ ശരിക്കും നിങ്ങളെ എന്താ പറയുക, സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തോ, അല്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ആൾ നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൾ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് വെച്ചാൽ ആൾ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്ത്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തകർച്ചയിൽ നിന്നും ആൾക്ക് ഇപ്പോൾ ഒരു റീബർത്ത് വേണം. നിങ്ങളുമൊത്തൊരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. റീകൺസിലേഷൻ ആൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യവും നിങ്ങളുമൊത്ത് ഒന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കണക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിലൊരു ചേഞ്ച് വേണം, ഇതിലൊരു മാറ്റം വേണമെന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ലവ് കോളാണ്. അതായത് ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയാൻ നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം, കൊല്ലം, ഏപ്രിൽ, കാർത്തിക, ലെറ്റർ ജി ആണ്, ചിത്തിര, ഉത്രാടം, ടീച്ചർ, ലെറ്റർ എച്ച് ആണ്, മൂലം, ലെറ്റർ ഡബ്ല്യു, എക്സ് ആണ്, ലെറ്റർ എക്സ്, തിരുവാതിര, ലെറ്റർ ഡി ആണ്, ലോങ് ഹെയർ, തിരുവനന്തപുരം, ജനുവരി, മകം, ഇടുക്കി, മെയ്, പിങ്ക് കളർ 9,
ഓഗസ്റ്റ് റിയൂണിയൻ തൃക്കേട്ട. സെപ്റ്റംബർ അനിഴം എറണാകുളം. ചോതി നക്ഷത്രം ഫെബ്രുവരി. ലെറ്റർ ഡി ആണ്, വൈറ്റ് കളർ. ലെറ്റർ എൽ ആണ്, ഉത്രം. 27/15 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് യൂണിവേഴ്സ് മെസ്സേജ്, ഈ ഒരു റീഡിങ് കണക്റ്റ് ആയവർക്ക് നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് വെക്കാം. കാരണം ഈ ഒരു റീഡിങ് കണക്റ്റ് ആയവർക്ക് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലാരിറ്റി. എന്തായാലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ലഭിക്കും. ഈ വ്യക്തി അതിനുള്ള ക്ലാരിറ്റിയുമായിട്ട് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് അത് നിങ്ങളിലേക്ക് ഈ വ്യക്തി തീർച്ചയായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. സമാധാനമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് തന്നെ. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാം ശരിയായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്